നമസ്കാരം, ഞാൻ അമലക്ഷയ്. തിരക്കഥ പഠിക്കണമെന്നും അതിലൂടെ സിനിമയുടെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയ അഡ്വാൻസ് സ്ക്രീൻ റൈറ്റിംഗ് സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് കണ്ടു നോക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? അതായത് നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു ഐഡിയ സിനിമയ്ക്ക് പറ്റിയതാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിൽ 10 പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഉണ്ടെന്നും ആ 10 പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഐഡിയ നല്ലതാണോ അല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുമായിരുന്നു അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ 10 പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ മനസ്സിലാക്കി നല്ലൊരു ഐഡിയ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുടെ ആ ഒരു ഐഡിയയെ നല്ലൊരു കഥയാക്കി മാറ്റാനായിട്ട് പോവുകയാണ്. അതായത് വെറുതെ അങ്ങ് കഥയാക്കാൻ പോവുകയല്ല, ഇത്തരത്തിൽ അനാട്ടമി ഓഫ് സ്റ്റോറി പറഞ്ഞ സ്റ്റോറിയുടെ 7 സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ അതിനെ നല്ല ശക്തമായിട്ടുള്ളൊരു കഥയാക്കി മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഈ പറഞ്ഞ സ്റ്റോറിയുടെ 7 സ്ട്രക്ചേഴ്സ് എന്നും അതിലെ ഓരോ പോയിന്റ്സും എന്തെല്ലാമാണെന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൽക്കി എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള 3 ആക്ട് 5 ആക്ട് 7 ആക്ട് ഒക്കെ പോലത്തെ പുറത്തു നിന്ന് കുത്തി കയറ്റേണ്ട ഒരു ഫോർമുലയല്ല ഈ പറയുന്ന സ്റ്റോറിയുടെ 7 സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറലി എല്ലാ കഥയ്ക്കകത്തുമുള്ള ഒന്നാണ്. നിങ്ങൾ പുറത്തുനിന്ന് കുത്തി കയറ്റേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനങ്ങൾ കണക്റ്റ് ആവുന്നതാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ തിയേറ്ററിൽ വരുന്ന ഓഡിയൻസ് ഒന്നും തന്നെ ഇത്തരത്തിൽ സ്ക്രീൻ പ്ലേയുടെ തിയറീസോ അല്ലെങ്കിൽ ഡയറക്ഷൻ്റെ റൂൾസോ ഇതൊന്നും പഠിക്കാതെയാണ് വരുന്നത്. ഒന്നും അറിയാത്ത സാധാരണ ഒരു ഓഡിയൻസ് പോലും ഇത്തരത്തിൽ തിയേറ്ററിൽ വന്നിട്ട് ആ പടം കണക്റ്റ് ആയില്ല, അത് വർക്കായില്ല, മനസ്സിലായില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഈ പറയുന്നതൊക്കെ തന്നെ ഇവർക്കെല്ലാവർക്കും ഈ ഒരു സ്റ്റോറിയുടെ DNA അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്, എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ തിരക്കഥയിൽ നിങ്ങൾ ഒരു തിയറീസ് ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഈ പറയുന്ന കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഇനി പൈസ ചിലവാക്കുന്ന പ്രൊഡ്യൂസർ ആണെങ്കിൽ പോലും നിങ്ങളുടെ പ്രൊജക്റ്റിനുള്ളിൽ സ്റ്റോറിയുടെ ഈ 7 സ്ട്രക്ചേഴ്സ്, ഈ സ്റ്റോറി DNA ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു നല്ല ഐഡിയ ഇരിപ്പുണ്ടല്ലേ. ഈ ഒരു ഐഡിയ ആണ് നമ്മൾ ഇന്ന് കഥയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് പ്രോപ്പറായിട്ട് ആ 10 പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഐഡിയ സോർട്ട് ചെയ്തെടുത്തിട്ടുള്ളെങ്കിൽ ആ ഒരു ഐഡിയക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു സ്റ്റോറിയുടെ 7 സ്ട്രക്ചേഴ്സ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും, ഒരു സീഡ് പോലെ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ അതിനെ ഒന്ന് ബെറ്റർ ആക്കി എടുക്കുക, അത് അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനെ ഒന്ന് ബെറ്റർ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അനാട്ടമി ഓഫ് സ്റ്റോറിയിൽ പറയുന്ന സ്റ്റോറിയുടെ ഈ 7 സ്ട്രക്ചേഴ്സ് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് വീക്ക്നെസ് ആൻഡ് നീഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ വീക്ക്നെസ്സും ഉണ്ട്, നീഡുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ഒരു വീക്ക്നെസ് എന്നുള്ളത് നോക്കാം. അതായത് വീക്ക്നെസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഥയിലെ കഥാപാത്രത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടാഗനിസ്റ്റിന്, പ്രധാന ഹീറോ എന്ന് പറയുന്ന കഥാപാത്രത്തിന് പടം തുടങ്ങുന്ന സമയത്ത് ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കണം, ഒരു പോരായ്മ ഉണ്ടായിരിക്കണം എന്നാണ് ഇത്തരത്തിൽ ഇവിടെ ഓഥർ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ളൊരു വീക്ക്നെസ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഒരു ബാഡ് ഹാബിറ്റ് ആവാം, അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു ജീവിത രീതി ആവാം, അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാകാം. അപ്പോൾ ഏത് രീതിയിലുള്ള ആ ഒരു വീക്ക്നെസ്സും നിങ്ങളുടെ ക്യാരക്ടറിന് അവിടെ കൊടുക്കണമെന്നാണ് ഇവിടെ ഓഥർ പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ എടുക്കാൻ പോകുന്ന കൽക്കി എന്ന് പറയുന്ന സിനിമയാണല്ലേ. കൽക്കി എന്ന് പറയുന്ന സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലെ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സെൽഫിഷാണ്. ആ ഒരു സെൽഫിഷ് സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് നേടാനുള്ള എന്ത് നേടണമെങ്കിലും ഇത്തരത്തിൽ മറ്റുള്ള മനുഷ്യരെയൊക്കെ വെറുതെ ഒരു ട്രേഡ് ചെയ്യാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് പിടിച്ച് വിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. ആരോടും ഒരു സ്നേഹമില്ല, മനുഷ്യത്വമില്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്താ പറയുക, കോംപ്ലക്സിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതാണ് ഇവിടെ ഭൈരവയുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നീഡ് എന്താണെന്ന് നോക്കാം. അതായത് നീഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിന് ഒരു വീക്ക്നെസ് ഉണ്ടല്ലേ. ഈ പറയുന്ന ക്യാരക്ടറിൻ്റെ എല്ലാ വീക്ക്നെസ്സിനെയും കവർ ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫ് ബെറ്ററായി, ആ ക്യാരക്ടറിൻ്റെ ഏറ്റവും നല്ല ബെറ്റർ ലൈഫിലേക്ക് എത്താനായിട്ട് അവിടേക്ക് അദ്ദേഹം എത്തുക എന്നുള്ളതായിരിക്കണം അദ്ദേഹത്തിൻ്റെ നീഡെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നീഡിനെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാണ് സൈക്കോളജിക്കൽ നീഡ്, 2 മോറൽ നീഡ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൈക്കോളജിക്കൽ നീഡിലേക്ക് ഈ ഹീറോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്ന കഥാപാത്രം എത്തിയില്ലെങ്കിൽ അതിന് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്ന അദ്ദേഹമായിരിക്കും, ആ ഒരു പ്രൊട്ടാഗനിസ്റ്റ് മാത്രമായിരിക്കും, മറ്റാരെയും അത് ബാധിക്കുകയില്ല. എന്നാൽ മോറൽ നീഡ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ, മോറൽ നീഡിലേക്ക് എത്തിയില്ലെങ്കിൽ അത് ബാക്കിയുള്ള ചുറ്റും നിൽക്കുന്ന ഈ പ്രൊട്ടാഗനിസ്റ്റിന് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ ആയിരിക്കും വലിയ രീതിയിൽ ബാധിക്കുക. അപ്പോൾ ഇതിന് രണ്ടിനുമുള്ള എക്സാമ്പിൾ നമ്മൾ കൽക്കിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, കൽക്കിയിലേക്ക് നോക്കുകയാണെങ്കിൽ കൽക്കി എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ നമ്മളുടെ ആ ഒരു പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള ആ ഭൈരവ, ആ ഒരു ഭൈരവയുടെ ലൈഫ് ഏറ്റവും ബെറ്റർ ആവാനായിട്ട് ഉള്ള മാർഗ്ഗം എന്താണ്, ആ ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടർ തൻ്റെ യഥാർത്ഥ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ താൻ ആരാണെന്ന് ശരിക്കും റിയലൈസ് ചെയ്തിട്ട്, താൻ കർണൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമാണെന്ന് റിയലൈസ് ചെയ്തിട്ട് ഇത്തരത്തിൽ ആ ഒരു കോംപ്ലക്സിനെതിരെ ഫൈറ്റ് ചെയ്ത് ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നതാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. അതാണ് ഇവിടെ അയാളുടെ സൈക്കോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മോറൽ നീഡ് എന്താണ്? അതായത് മോറൽ നീഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, മോറൽ നീഡ് കറക്റ്റ് ആയില്ലെങ്കിൽ അത് കൂടുതൽ ബാധിക്കുന്നത് പ്രൊട്ടാഗണിസ്റ്റിനെ അല്ല, പ്രൊട്ടാഗണിസ്റ്റിന് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെയാണെന്ന്. ആ ഒരു മോറൽ നീഡ് എന്താണ്? തൻ്റെ ചുറ്റും നിൽക്കുന്ന ആ ഒരു സാധാരണക്കാരെ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന ആ ഒരു കഥാപാത്രത്തിനുള്ളതല്ലേ. എന്നാൽ അദ്ദേഹം അത് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ അത് ബാധിക്കുന്നത് ആരെയാണ്? ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീയെ പോലും, ഗർഭിണിയായ ഒരു സ്ത്രീയെ പോലും ഇത്തരത്തിൽ പൈസയ്ക്ക് വേണ്ടി തട്ടിക്കൊണ്ടു പോകുന്നൊരു ലെവലിലേക്ക് അദ്ദേഹം എത്തി. അപ്പോൾ ആ ഒരു മോറൽ നീഡിലേക്ക് ആ ഒരു നായകൻ എത്തിയില്ലെങ്കിൽ അത് ബാധിക്കുന്ന ചുറ്റും നിൽക്കുന്ന ആൾക്കാരെയാണ്, സാധാരണക്കാരായ ഇന്നസെന്റ് മനുഷ്യരെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞിട്ടുള്ള മോറൽ നീഡാണെങ്കിലും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡാണെങ്കിലും ഈ രണ്ട് നീഡും സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ നായകൻ അറിയാൻ പാടില്ല. തനിക്ക് അങ്ങനെ ഒരു നീഡ് വേണമെന്നുള്ള കാര്യം നായകൻ അറിയാനേ പാടില്ല. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ ആസ് എ റൈറ്റർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ പടം അവസാനിക്കുന്ന സമയത്ത് എവിടെയായിരിക്കണം ഈ ഹീറോ എത്തപ്പെടേണ്ടത് എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് നീഡ്സും ഇവിടെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നാൽ ഈ ഹീറോയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ തിരക്കഥ എഴുതി വരുന്ന സമയത്ത് ഹീറോ ഇതിൽ അവെയർ ആവാൻ പാടില്ല. അതായത് ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിനിമ തുടങ്ങുന്ന സമയത്ത് ഭൈരവ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് പോയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പുള്ളി പറയുന്നത് എന്താ, എനിക്ക് 1,000,000 യൂണിറ്റ്സ് വേണമെന്നാണ് പറയുന്നത്. അല്ലാതെ പുള്ളി പറയുന്നില്ല എനിക്ക് എൻ്റെ യഥാർത്ഥ ലൈഫ് തിരിച്ചറിയണമെന്നും ഞാൻ കർണനാണെന്നും, അല്ലെങ്കിൽ അതൊന്നും പുള്ളി അറിയുന്നില്ല. പുള്ളിക്ക് വേണ്ട എന്താ, സ്വാർത്ഥതയും സെൽഫിഷും ഒക്കെ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ, അവിടെ കാണുന്നുള്ളൂ. പുള്ളി ആദ്യം തന്നെ ഇത് അറിയുകയാണെങ്കിൽ ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പടം തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പടം മുന്നോട്ട് കാണുന്നതിൽ അർത്ഥമില്ല. മനസ്സിലല്ല, ഓഡിയൻസിന് ആ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി കിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ. അതായത് ഈ നീഡ് എന്താണെന്നുള്ളത് ആ ഒരു ഹീറോ അറിയാനായിട്ട് പാടില്ല. ആസ് എ റൈറ്റർ നിങ്ങൾക്ക് കഥ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അതിലേക്കായിരിക്കണം നിങ്ങളുടെ ആ ഒരു സ്റ്റോറിയുടെ ജേണി പോകേണ്ടത്. അതിനാണിത് പറഞ്ഞു തന്നിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡിസയർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ കഥയിൽ ഒരു ഹീറോ ഉണ്ടല്ലോ, ആ ഒരു ഹീറോയ്ക്ക് ഇപ്പം നീഡുമുണ്ട്, അതുപോലെ തന്നെ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വീക്ക്നെസ്സുമുണ്ട്. ഇനി ആ ഒരു ക്യാരക്ടർ പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് ഡിസയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസയർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കഥയിലെ കഥാപാത്രത്തിന് ഉണ്ടായിരിക്കേണ്ട ഗോൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തെയാണ് ഇത്തരത്തിൽ ഇവിടെ ഡിസയർ എന്ന് ഓഥർ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു കഥയാണെങ്കിലും അവിടെ ഹീറോയ്ക്ക് ശക്തമായിട്ടൊരു ഗോൾ ഉണ്ടാവണം. ആ ഒരു ഗോളിലേക്ക് ഹീറോ കടക്കുന്ന സമയത്താണ് ഓഡിയൻസ് എൻഗേജിങ് ആയിട്ട് ആ ഒരു സ്റ്റോറിക്കൊപ്പം, അതായത് ഈ പറയുന്ന ഹീറോ ഒരു ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഓഡിയൻസും ആ ഒരു കഥയെന്ന് പറഞ്ഞ ട്രെയിനകത്ത് കയറിയിട്ട് ഹീറോയ്ക്കൊപ്പം യാത്ര ചെയ്യുകയുള്ളൂ. ഹീറോ ആ ഒരു ഗോളിലേക്ക് എത്തുമോ ഇല്ലേ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അവർ ആ ഒരു കഥയുടെ കൂടെ ജോയിൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ആ ഒരു കൽക്കിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ കൽക്കിയിൽ നമുക്ക് കാണാൻ പറ്റില്ലേ, അതായത് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭൈരവയുടെ ലക്ഷ്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്ന ഇത്തരത്തിൽ ആ ഒരു സുമതി എന്ന് പറയുന്ന ക്യാരക്ടറിനെ, ആ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയെ കണ്ടെത്തിയിട്ട് ഇത്തരത്തിൽ തട്ടിക്കൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് കോംപ്ലക്സിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് മിക്ക റൈറ്റേഴ്സിനും ഏറ്റവും വലിയൊരു അബദ്ധം പറ്റുന്നത്. അതായത് മിക്ക റൈറ്റേഴ്സും തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് ഈ പറയുന്ന നീഡും അതുപോലെ ഈ പറയുന്ന ഗോൾ അല്ലെങ്കിൽ ഡിസയർ എന്ന് പറയുന്നത് രണ്ടും ഒന്നാണെന്ന്. എന്നാൽ ഇത് രണ്ടും ഒന്നല്ലെന്ന് മാത്രമല്ല എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണെന്നും കാണാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്ക് കൽക്കിയുടെ ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. അതായത് കൽക്കിയിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ നീഡ് എന്താണ്? നീഡെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഏറ്റവും ബെറ്റർ ആണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല പൊസിഷനിലേക്ക് എത്തുന്നത് എവിടെയാണോ അതാണ് നീഡല്ലേ. അപ്പോൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പൊസിഷൻ എന്താണ്? കോംപ്ലക്സിൽ പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നതാണോ ഏറ്റവും നല്ല പൊസിഷൻ, അതോ താൻ സ്വയം കർണനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ദൈവം ജനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഭൂമിയെ രക്ഷിക്കുന്നതാണോ ഏറ്റവും നല്ല പൊസിഷൻ? ഇതാണല്ലേ. അതായത് ഏറ്റവും നല്ലവനായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ആ ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറയുന്നത്. അതാണ് ശരിക്കും അയാളുടെ നീഡെന്ന് പറയുന്നത്. അതിലേക്കാണ് ഒരു റൈറ്ററിന് ആ ഒരു ക്യാരക്ടറിനെ എത്തിക്കേണ്ടത്. എന്നാൽ നമ്മളിവിടെ ആ ഒരു ഭൈരവയുടെ ഗോളിലേക്ക് നോക്കി, അയാളുടെ ഗോൾ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സുമതിയെ തട്ടിക്കൊണ്ടുപോയി കോംപ്ലക്സിൽ ഏൽപ്പിച്ചിട്ട് കോംപ്ലക്സിൽ സുഖിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൈരവയുടെ നീഡെന്ന് പറയുന്നത് ധർമ്മമാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഭൈരവയുടെ ഗോൾ എന്ന് പറയുന്നത് അധർമ്മമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭൈരവയുടെ ക്യാരക്ടർ ശരിക്കും അയാളുടെ ആ ഒരു നീഡിലേക്ക് എത്തണം. തൻ്റെ ലൈഫ് ബെറ്റർ ആണെങ്കിൽ എവിടെയാണോ എത്തേണ്ടത് അതിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഈ ഭൈരവ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഗോൾ എഴുതുന്ന സമയത്ത് റൈറ്റേഴ്സിന് മറ്റൊരു വലിയ മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്. അതായത് റൈറ്റേഴ്സ് അവരുടെ ആ ഒരു ഹീറോയുടെ ലൈഫ് ഗോളും അതുപോലെ തന്നെ ആ സ്റ്റോറിയുടെ ഗോളും ഇത് തമ്മിൽ അവർക്ക് മാറിപ്പോകാറുണ്ട്. കൽക്കി എന്ന് പറയുന്ന ആ ഒരു കഥ എടുക്കുകയാണെങ്കിൽ ആ കഥയിൽ ആ ഒരു ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ലൈഫ് ഗോൾ എന്താണ്? എങ്ങനെയെങ്കിലും കോംപ്ലക്സിലെത്തുക, അവിടെ പോയിട്ട് സുഖിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അല്ലേ. അതാണ് പുള്ളിയുടെ ലൈഫ് ഗോൾ എന്ന് പറയുന്നത്. എന്നാലും നമ്മുടെ കഥ എന്ന് പറയുന്നത് ആ ഒരു ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടർ കോംപ്ലക്സിലേക്ക് കയറി അവിടെ സുഖിച്ച് ജീവിക്കുന്നതല്ല ആ ഒരു കഥ. നമ്മുടെ കഥയെന്ന് പറയുന്നത് എങ്ങനെയാണോ ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടർ കോംപ്ലക്സിൽ കയറുന്നത് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ കഥയുടെ പ്രധാന സാധനം. അപ്പോൾ ശരിക്കും ലൈഫ് ഗോൾ എന്ന് പറയുന്നതിനെ മാറ്റി വെച്ചിട്ട് കഥ ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിൽ പുള്ളി എങ്ങനെ കോംപ്ലക്സിൽ കയറുന്നു, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ സ്റ്റോറിയുടെ ഗോൾ എന്ന് പറയുന്നത് കോംപ്ലക്സിൽ കയറുക എന്നുള്ളതല്ല, പകരം പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ആ സ്റ്റോറി ഗോൾ എന്ന് പറയുന്ന ഇത്തരത്തിൽ ആ ഒരു സുമതിയെ തട്ടിക്കൊണ്ടു പോകുന്നുള്ളതാണ് പുള്ളിയുടെ
പ്രധാന ഗോൾ. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോകരുത് എന്നുള്ളത് കൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അടുത്ത മൂന്നാമത്തെ പോയിന്റാണ് ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞത്. അതായത് നിങ്ങളുടെ കഥയിൽ ഒരു പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി, അദ്ദേഹത്തിന് നീഡും ഉണ്ട്, ഗോളും ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രൊട്ടാഗണിസ്റ്റിനെ എതിർക്കുന്നത് ആരാണോ അതിനെയാണ് നമ്മൾ ഇവിടെ ഒപ്പോണൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൽക്കിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഭൈരവയാണ് ഇത്തരത്തിൽ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. പുള്ളിക്ക് ഇത്തരത്തിലൊരു ഗോളുണ്ട്, അതായത് സുമതിയെ തട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ട് പൈസ മേടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യമല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് പുള്ളിയെ തടയുന്നത് ആരാണോ അദ്ദേഹമാണ് ഇത്തരത്തിൽ ആൻറ്റാഗണിസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു ഒപ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ ഇത്തരത്തിൽ അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറായിട്ടുള്ള അശ്വത്ഥാമാവാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ആൻറ്റാഗണിസ്റ്റിനെ കിട്ടിയിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആൻറ്റാഗണിസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു നായകനെ തൻ്റെ ഗോളിൽ നിന്ന് തടയുന്ന ആൾ മാത്രമായിരിക്കില്ല, പകരം ഇത്തരത്തിൽ ആ ഒരു നായകനൊപ്പം തന്നെ സെയിം ഗോൾ നേടാൻ പോകുന്നത് ആരാണോ അയാളെ നമുക്ക് ആൻറ്റാഗണിസ്റ്റായിട്ട് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളുടെ നായകൻ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ പുള്ളിക്കൊപ്പം നിന്ന് ഓടുന്ന വ്യക്തി അദ്ദേഹം പുള്ളിയെ തടയുന്നില്ല, പകരം പുള്ളി എവിടെയാണോ പോകാൻ പോകുന്നത് അതേ സ്ഥാനം നേടാൻ വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ആൻറ്റാഗണിസ്റ്റായിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കൽക്കിയിലേക്ക് നോക്കുകയാണെങ്കിൽ കൽക്കിയിൽ ഇത്തരത്തിൽ ആ ഒരു സുമതിയെ തട്ടിക്കൊണ്ടു അല്ലെങ്കിൽ സുമതിയുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ഭൈരവയും ശ്രമിക്കുന്നത്, അതുപോലെ തന്നെ ഇത്തരത്തിൽ അശ്വത്ഥാമാവും ശ്രമിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഇത്തരത്തിൽ ആ ഒരു സുമതിയെ കൈക്കലാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് കമലഹാസൻ്റെ ക്യാരക്ടറായിട്ടുള്ള സുപ്രീം യാസ്കിൻ അല്ലേ ശരിക്കും ആ ഒരു കഥയിലെ വില്ലൻ അല്ലെങ്കിൽ ആൻറ്റാഗണിസ്റ്റ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് അശ്വത്ഥാമാവാകുന്നതെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഒരു ആൻറ്റാഗണിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വില്ലനല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ഭാഗത്ത് നിൽക്കുന്ന ആളാണ് ആൻറ്റാഗണിസ്റ്റ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആൻറ്റാഗണിസ്റ്റിൻ്റെ ആ ഒരു ഡെഫിനേഷൻ പറയുന്ന തരത്തിൽ ഇത് നിങ്ങളുടെ പ്രൊട്ടാഗണിസ്റ്റിനെ തടയുന്ന അയാളുടെ ഗോളിൽ നിന്ന് തടയുകയോ അല്ലെങ്കിൽ അതേ ഗോൾ സ്വന്തമാക്കാനോ ശ്രമിക്കുന്ന ഒരാളാണ് ഇത്തരത്തിൽ ആൻറ്റാഗണിസ്റ്റ് എന്ന് പറയുന്നത്. പുള്ളി തെറ്റിൻ്റെ ഭാഗത്താകണമെന്ന് ഒരു നിയമവും എവിടെയുമില്ല. ഇനി കൽക്കി ഫസ്റ്റിൽ എന്തുകൊണ്ട് ആ ഒരു കമലഹാസൻ്റെ ക്യാരക്ടറായിട്ടുള്ള സുപ്രീം യാസ്കിൻ ഇത്തരത്തിൽ ആൻറ്റാഗണിസ്റ്റ് ആയില്ല അല്ലെങ്കിൽ പ്രധാന വില്ലൻ ആയില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പ്രൊട്ടാഗണിസ്റ്റ് ആരാണ്, നമ്മുടെ ആ ഒരു ഭൈരവയാണല്ലേ. പുള്ളി ശരിക്കും ആദ്യ ഭാഗങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, ഈ പറയുന്ന സുപ്രീം യാസ്കിന് വേണ്ടിയിട്ടാണ്, പുള്ളിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം യാസ്കിനും ഈ പറയുന്ന ഭൈരവയും ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ അയാളെ ഒരിക്കലും ഇയാൾക്കെതിരാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റിയില്ല. സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ, സ്റ്റോറി സ്ട്രക്ചർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അശ്വത്ഥാമാവ് തന്നെയാണ് ഇത്തരത്തിൽ ആ ഒരു ആൻറ്റാഗണിസ്റ്റ് എന്ന് കാണാൻ പറ്റുന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പാണ് പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ആൻറ്റാഗണിസ്റ്റും പ്രൊട്ടാഗണിസ്റ്റും തമ്മിൽ ഇത്തരത്തിൽ പലപ്പോഴായിട്ട് ഏറ്റുമുട്ടി ആ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുകയാണല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ഹീറോ ഇത്തരത്തിൽ ആ ഒരു എതിരാളിയെ വീഴ്ത്താനായിട്ട് തയ്യാറാക്കുന്ന ആ ഒരു നടത്തുന്ന പ്രിപ്പറേഷൻസും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പ്ലാനിങ് എന്ന് പറയാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ പണിയെടുക്കേണ്ട ഒരു സാധനമാണ്. എങ്ങനെയാണ് ശരിക്കും എന്തെല്ലാം സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു ഹീറോ വില്ലനെ വീഴ്ത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ കൽക്കിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അതായത് ഓൾറെഡി അശ്വത്ഥാമാവിനോട് പരാജയപ്പെട്ടു പോയ ആ ഒരു ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടർ താൻ മനസ്സിലാക്കിയാണ് തൻ്റെ ഇപ്പോൾ ഉള്ള പവേഴ്സ് വെച്ചിട്ട് പറ്റില്ല, അയാളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിൽ ആ ഒരു ബുദ്ധി എന്ന് പറയുന്ന ആ ഒരു AI മോഡൽ ആ ഒരു കാറിനെ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യുക, കുറേയധികം പൈസ വെച്ചിട്ട് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു കൂടെ വന്നൊരു പയ്യനെ പറ്റിച്ചിട്ട് അവൻ്റെ കൂടെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ആ ഒരു ശമ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു പണം തീരുന്ന സമയത്ത് വലിയൊരു ഫൈറ്റൊക്കെ നടക്കുന്ന സമയത്ത്, വലിയ 2 യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് പോലും പുള്ളി കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് തനിക്ക് ആരെയാണോ വേണ്ടത് ആ ഒരു പെണ്ണിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ പുള്ളിയുടെ കുറേയധികം പ്ലാനിങ്ങും പ്രിപ്പറേഷൻസും ഓൾറെഡി പ്രിപ്പയർ ആയി വന്നതെന്ന് പുള്ളി പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അടുത്ത 5ാമത്തെ സ്റ്റെപ്പാണ് ബാറ്റിൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഓൾറെഡി പ്രൊട്ടാഗണിസ്റ്റും ആൻറ്റാഗണിസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്, പലപ്പോഴായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ അവസാനത്തെ ഏറ്റുമുട്ടലിൽ ആരാണ് ശരിക്കും തൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത്, അതായത് ആൻറ്റാഗണിസ്റ്റ് ആണോ പ്രൊട്ടാഗണിസ്റ്റ് ആണോ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് വരേണ്ടത്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കൽക്കിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ കൽക്കിയിൽ ഇത്തരത്തിൽ ആ ഒരു അശ്വത്ഥാമാവും ഇത്തരത്തിൽ ആ ഒരു ഭൈരവയും തമ്മിൽ പലപ്പോഴായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. പലപ്പോഴും ഏറ്റുമുട്ടുന്ന സമയത്ത് ഇത്തരത്തിൽ ഭൈരവ തോൽക്കുകയും പിന്നീട് തിരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ആർക്കാണ് ആ ഒരു ഫൈനൽ വിൻ എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം. 6ാമത്തെ പോയിന്റാണ് സെൽഫ് റെവലേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ നമ്മുടെ ക്യാരക്ടറിന് കുറേയധികം ഫൈറ്റ് ചെയ്ത് കുറേയധികം കഷ്ടപ്പെട്ട് ആ ഒരു ഗോളിലേക്ക് എത്താനായിട്ട് പോവുകയാണല്ലേ. അങ്ങനെ ഗോളിലേക്ക് എത്താനായിട്ട് പോകുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ തൻ്റെ ആ ഒരു യഥാർത്ഥ അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അപ്പോൾ കൽക്കി എന്ന് പറയുന്ന സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ മാക്സിമം സ്ട്രെങ്ത് എടുത്തിട്ട് ആ അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് അവസാന ഘട്ടത്തിലെത്തുന്ന സമയത്ത് പുള്ളി മനസ്സിലാക്കുകയാണ്, അതായത് ആ ഒരു കർണൻ്റെ ആ ഒരു ധനുസ് കയ്യിലേക്ക് വീഴുന്ന സമയത്ത് ഭൈരവ മനസ്സിലാക്കുകയാണ് തൻ്റെ ആ ഒരു യഥാർത്ഥ ആ ഒരു ലൈഫ് എന്താണെന്നും താൻ എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സെൽഫ് റെവലേഷൻ അദ്ദേഹത്തിന് അവിടെ കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സെൽഫ് റെവലേഷൻ ഉണ്ടായ സമയത്ത് ഇവിടെ ഏറ്റവും വലിയ ഐറണി എന്ത് സംഭവിച്ചിട്ടുള്ളത്, അതായത് ഇവിടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇതുവരെയുള്ള ആവശ്യം എന്തായിരുന്നു,
അതായത് സെൽഫ് റെസ്പെക്റ്റ് കിട്ടണമെന്നും അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ എന്താ ആ ഒരു കോംപ്ലക്സിൽ എത്തപ്പെടണമെന്നും കോംപ്ലക്സിൽ എത്തിപ്പെട്ടാൽ താൻ വലിയൊരാളാകുമെന്നൊക്കെയായിരുന്നു ഭൈരവ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു ബോധോദയം ഉണ്ടായപ്പോൾ എന്താ സത്യത്തിൽ എന്താ സംഭവിച്ചത്? അതായത് ആ ഒരു കോംപ്ലക്സിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഈ പറയുന്ന കർണൻ എന്ന് പറയുന്ന ക്യാരക്ടർ താനെന്ന് അയാൾ സ്വയം മനസ്സിലാക്കുകയാണ്. അടുത്ത സ്റ്റെപ്പാണ് ന്യൂ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു വലിയ പെർമനൻറ്റ് ചേഞ്ച് ഉണ്ടാവുകയാണ്. ഇതുവരെ ഉണ്ടാവാത്ത ഒരു പെർമനൻറ്റ് ചേഞ്ച് ഇത്തരത്തിൽ ആ ഒരു തിരിച്ചറിവ് വന്നതോടെ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇത്ര നേരവും മോശമായി നിന്ന്, അതായത് ഇൻമെച്യൂറായിട്ട് നിന്നിരുന്ന ആ ഒരു ഹീറോ മെച്യൂറായിട്ട് നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് നേരത്തെ ഉണ്ടായിട്ടുള്ള ആ ഒരു സെൽഫ് റെവലേഷനിൽ നിന്ന് താൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ആ ഒരു മാറ്റം ആ ഒരു ക്യാരക്ടറിന് ഉണ്ടാകുന്നല്ലേ. എന്നാലും നമ്മൾ കൽക്കിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ കൽക്കിയിൽ ഉണ്ടായിട്ടുള്ളത് ആ ഒരു ഫാൾസ് റെവലേഷൻ ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇത് യഥാർത്ഥ റെവലേഷൻ, യഥാർത്ഥ ഒരു തിരിച്ചറിവല്ല ആ ഒരു ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടറിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നേരത്തേക്ക് ഒരു തിരിച്ചറിവ് കിട്ടിയിട്ട് ഇത്തരത്തിൽ ആ ഒരു വില്ലനെ കൊന്നതിന് ശേഷം വീണ്ടും താൻ ആ ഒരു പഴയ ഭൈരവയായി മാറിയിട്ട് ആ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സ്കിപ്പ് ചെയ്ത ആ ഒരു പോയിന്റില്ല, ആ ഒരു ഗോളിൽ ആര് ജയിച്ചു എന്നുള്ളത്, ആ ഒരു ഗോളിൽ ഇത്തരത്തിൽ ആ ഒരു ഭൈരവ ജയിച്ചു എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടറിന് ശരിക്കും ആ ഒരു സെൽഫ് റിവലേഷൻ കിട്ടിയിട്ടില്ല. പുള്ളി താൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു പഴയ ആളായിട്ട് വീണ്ടും ആ ഒരു സുമതിയെ തട്ടിക്കൊണ്ട് പോകുന്നതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൽക്കി എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് സിനിമയിൽ ഇത്തരത്തിൽ ആ ഒരു ന്യൂ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ല എന്ന് തന്നെ കാണാം. അതായത് ക്യാരക്ടറിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, പുള്ളി വീണ്ടും പഴയ ആളായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തിനാണ് അത് ഡിലേ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആ ഒരു ന്യൂ ഇക്വിലിബ്രിയം കൊടുത്തിട്ട് ആ ഒരു കഥയെ നിർത്തിയിരുന്നെങ്കിൽ ആ കർണനാണ് താനെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടറിനെ, അതായത് ആ സുമതിയെ രക്ഷപ്പെടുത്തി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പടം അവിടെ തീർന്നേനെ. പക്ഷേ ഇവിടെ ആ ഒരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു രണ്ടാം ഭാഗത്തേക്ക് ഒരു ലീഡ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഒരു ഐറണി ഇട്ടിട്ട് വീണ്ടും താൻ നേരെ ആ ഒരു പെണ്ണുമായിട്ട് എവിടെയാണോ പോകാൻ പാടില്ലാത്തത് അവിടേക്ക് പോവുകയാണ്. അങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലേക്ക് ഓഡിയൻസിനിടയിൽ ടെൻഷൻ കൊണ്ടുവന്ന് അത് നിർത്താനായിട്ട് പറ്റും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഐറണി, അല്ലെങ്കിൽ പ്രേക്ഷകർ ചിന്തിക്കുന്ന ഏറ്റവും വലിയ അവരെ പിടിച്ചിരുത്തുന്ന സംഭവം എന്താണെന്നറിയോ? അതായത് ഈ ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോൾ ഈ പറയുന്ന സുമതിയുമായിട്ട് കോംപ്ലക്സിലേക്ക് പോവുകയാണ്. കോംപ്ലക്സിലേക്ക് പോകുന്ന സമയത്ത് ഭൈരവയുടെ മനസ്സിൽ എന്താണ്? താൻ റിച്ചായി, താൻ കോംപ്ലക്സിൽ ചെന്നാൽ അടിപൊളിയാകുമെന്ന് പ്രതീക്ഷിച്ചാണ് പുള്ളി അവിടേക്ക് പോകുന്നത്. എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രേറ്റ് വാരിയർ ഇത്തരത്തിൽ ആ ഒരു കോംപ്ലക്സിനെ നശിപ്പിക്കാനായിട്ട് ജന്മമെടുത്തവൻ പുള്ളി തന്നെയാണ് ആ കോംപ്ലക്സിലേക്ക് ചെന്ന് കയറുന്നത് എന്നുള്ളതാണ്. ഇതാണ് അവിടുത്തെ ആ ഒരു ഐറണി ശക്തമായിട്ട് ആ ഒരു പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് ഓഡിയൻസിനെ പിടിച്ചിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പടത്തിൽ ഇത്തരത്തിൽ ആൻറ്റാഗണിസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു സുപ്രീം ഗ്യാസ്കിനല്ലെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് ഭാഗത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സുപ്രീം ഗ്യാസ്കിൻ ആ ഒരു പടത്തിൻ്റെ വില്ലനായിട്ട് അല്ലെങ്കിൽ ആൻറ്റാഗണിസ്റ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പടം തുടങ്ങിയ സമയത്ത് ഹീറോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു വീക്ക്നെസ്സും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ നീഡും മോറൽ നീഡും ഇതൊന്നും തന്നെ ഫുൾഫിൽ ആയില്ല, അല്ലെങ്കിൽ ഇതിലൊന്നും തന്നെ മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകും. അതായത് ഈ രണ്ടാം ഭാഗത്തിലായിരിക്കും ഈ കാര്യങ്ങളെല്ലാം സോർട്ട് ചെയ്തിട്ട് ആ ഒരു പടം തീരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനാട്ടമി ഓഫ് സ്റ്റോറിയിൽ പറയുന്ന സ്റ്റോറി സ്ട്രക്ചറിൻ്റെ 7 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പ്രിമേസ്, ആ ഒരു ഐഡിയയില്ലേ, ആ ഒരു ഐഡിയ ഇത്തരത്തിൽ ഈ 7 സ്റ്റെപ്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ശക്തമായിട്ടുള്ളൊരു കഥയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അടുത്ത വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത് ക്യാരക്ടർ വെബിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു കഥ നിങ്ങൾ നല്ലതായിട്ട് ഉണ്ടാക്കി വെക്കാൻ പോകുകയാണല്ലോ, ഈ കഥയെ എങ്ങനെ നല്ല ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ പവറാക്കാം, കിഡിലമാക്കാമെന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും